യെസ്, മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 33 ക്വസ്റ്റ്യൻസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നത്തെ പോർഷൻ എന്ന് പറയുന്നത് സംഖ്യ 12 മുതൽ 15 വരെയും മർക്കോസ് 5-ാം അധ്യായത്തിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും വായിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: കൽപ്പണിക്കാർ നിർമ്മിക്കാത്ത 2 തൂണുകൾ ഏവ യഹോവ ഇവയിൽ സഞ്ചരിച്ചിട്ടുണ്ട്. കൽപ്പണിക്കാർ നിർമ്മിക്കാത്ത 2 തൂണുകൾ ഏവ യഹോവ ഇവയിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. രണ്ടാമത്തെ ചോദ്യം: പാഠഭാഗത്ത് യഹോവയുടെ ദാസൻ എന്ന് നാമകരണം ചെയ്യപ്പെട്ട 2 പേർ ആരൊക്കെ? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. പാഠഭാഗത്ത് യഹോവയുടെ ദാസൻ എന്ന് നാമകരണം ചെയ്യപ്പെട്ട 2 പേർ ആരൊക്കെ? മൂന്നാമത്തെ ചോദ്യം: ജീവനില്ലാതെ പിറക്കുന്ന ശിശുവിന് പറയുന്ന പദം എന്ത്? ജീവനില്ലാതെ പിറക്കുന്ന ശിശുവിന് പറയുന്ന പദം എന്ത് എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ ചോദ്യം കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ: സമുദ്രതീരത്ത് താമസിക്കുന്നത് ആര്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. സമുദ്രതീരത്ത് താമസിക്കുന്നത് ആര്? അഞ്ചാമത്തെ ചോദ്യം: യേശുവിനോട് കൂടെ പോരാടേണ്ടതിന് അഭ്യർത്ഥിച്ചത് ആര്? യേശുവിനോട് കൂടെ പോരാടേണ്ടതിന് അഭ്യർത്ഥിച്ചത് ആര്? അപ്പോൾ ഇതാണ് ഇന്നത്തെ 5 ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും ഉത്തരം ഇപ്പോഴേ മനസ്സിൽ വന്നിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എനിവേ, താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് അറിയുന്ന ഉത്തരം എഴുതി അറിയിച്ചോളൂ. അപ്പോൾ ഇതിന്റെ ആൻസേഴ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ. Yeah.